ഹലോ. അപ്പം ഞാൻ ഇന്ന് ഈ കോസ്റ്റ്യൂമിൽ വന്നപ്പോൾ ഏകദേശം ഒരു ഊഹം കിട്ടിയിട്ടുണ്ടാവും. ഞാനൊരു സാരിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ വെറുതെ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാരി കണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആസാംകാരുടെ സാരിയാണ്. മെക്കേല ചദർ അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു. ആ ഒരു സാരിയാണ് കേട്ടോ അത്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് നമുക്ക് മേടിച്ച് ട്രൈ ചെയ്യാമെന്ന്. ആദ്യം ഞാൻ കണ്ടത് ഒരു നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടൈപ്പാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്, വൈറ്റ് കളറ്. പിന്നെ ഞാനത് ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്തപ്പോൾ കുറേ കളേഴ്സ് കണ്ടു. ഗ്രീൻ, ബ്ലൂ, പിങ്ക്, വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ഗ്രീൻ കളറ് സെലക്ട് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയെടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഗ്രീൻ കളറായിരിക്കും എനിക്ക് ഒന്നും കൂടി മാച്ച് എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഗ്രീൻ കളറ് സെലക്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആസാംകാരുടെ സാരിയാണ് കേട്ടോ. ട്രഡീഷണൽ സാരിയാണ്. ഇത് 2 പീസായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മൾ സെറ്റ് മുണ്ടൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു മോഡലിലാണ് വരുന്നത്. അപ്പോൾ അതിലൊരു ബ്ലൗസ് പീസും ഉണ്ട്, പിന്നെ സാരി ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ബ്ലൗസ് പീസാണ്. ഇത് എത്ര തികയുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പറയുകയാണെന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര റേറ്റ് കമ്മി ചെയ്തായിരുന്നു. ഞാനൊരു 200 സംതിങ്ങിൻ്റെ ഒക്കെയാണ് ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ 2 പീസായിട്ട് വരുന്നുണ്ട്. മുകളിലത്തെ ഭാഗവും അടിയത്തെ ഭാഗം നമ്മൾ സെറ്റ് മുണ്ട് എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ അതിൻ്റെ കളറായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ക്വാളിറ്റി പറയുക വെച്ചാൽ നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ എനിക്ക് തന്നെ ലെങ്ത്ത് തികഞ്ഞുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം ഹൈറ്റ് കമ്മിയാണ്, എന്നാൽ പോലും എനിക്ക് നല്ല കമ്മിയായിരുന്നു കേട്ടോ ഉടുക്കുമ്പോൾ തന്നെ. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കണവർക്ക്, ഓണത്തിനൊക്കെ ഒരു വെറൈറ്റി ആഗ്രഹിക്കണവർക്ക് ഈ ഒരു ടൈപ്പ് വേണിച്ചാൽ സെലക്ട് ചെയ്യാം കേട്ടോ. നമുക്കത് അതെങ്ങനെ അവർ എടുക്കണമെന്നൊക്കെ പല തരത്തിലുള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബിലുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഇങ്ങനെ എടുക്കണം, സെറ്റ് മുണ്ടിൻ്റെ പോലെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് നോക്കൂ, കണ്ടോ ലെങ്ത്ത് നല്ല കമ്മിയാണ്. എൻ്റെ കാലിൻ്റെ അതുവരെ പോലും എത്തണില്ല, കണ്ടോ ഇത്ര. പിന്നെ ട്രാൻസ്പെറൻ്റ് ആണ്, ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം ഞാൻ ഫസ്റ്റായിട്ട് ഇങ്ങനെ സെറ്റ് മുണ്ട് പോലെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്നിങ്ങനെ ഞൊറിഞ്ഞ് ഇങ്ങനെ വെച്ചതിന് ശേഷം മുകളിലത്തെ അതും കൂടി ഒന്ന് ഇതാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ റേറ്റ് കമ്മിയായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കുറച്ച് ക്വാളിറ്റി ഒക്കെ കമ്മിയായിരുന്നു, പക്ഷെ കളർ അതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. വേണിച്ച് നല്ലത് ഇങ്ങനെ യൂസ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഓണത്തിനൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി ആഗ്രഹിക്കണവരാണെച്ചാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിൻ്റെ നല്ലത് മേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഒരു കസവ് പോലെയൊക്കെ വരുന്നുണ്ട് നടുവിൽ. ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഞാൻ മേടിച്ചത്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഗോൾഡൻ കളർ ബ്ലൗസിൻ്റെ കൂടെ വേണിച്ച പെയർ ചെയ്യാമല്ലോ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ തന്നെ ബ്ലൗസ് വരുന്നുണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് ഞൊറിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ സാരിയുടെ കയ്യിൽ കുറച്ച് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു കളറൊക്കെ പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് ഞൊറി എടുത്തിട്ട് എടുക്കാം. എപ്പോഴും ഞൊറി എടുക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ എടുക്കുക, 4 വിരലിൻ്റെ അങ്ങനെ വെച്ച് വെച്ച് അടിക്കാക്കിയിട്ട് ആദ്യത്തെ ഇതുണ്ടല്ലോ കസവ് വരണ അത്ര എടുക്കാറുള്ളൂ കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെ അതാ നന്നായിട്ട് ലെങ്ത്തൊക്കെ അത്യാവശ്യമുണ്ട്. പക്ഷേ അവർ എടുക്കുമ്പോൾ ഒരു ഈ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരില്ലേ ധാവണി പോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അവർ ഒരു ലെയർ പോലെ ഇട്ടാണ് ഉടുക്കാറ്. ഞാൻ മോഡൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഉടുക്കാറ്. പക്ഷെ നമുക്ക് അതിന് തികയുന്നില്ല. സാധാ നമ്മൾ ധാവണി ഉടുക്കണം എങ്ങനെയാണോ അങ്ങനെ മാത്രമേ കേട്ടോ തികയുള്ളൂ. കണ്ടോ ഇത്ര അങ്ങോട്ട് വയറിൻ്റെ അങ്ങോട്ട് വരുന്നുള്ളൂ, തികയുള്ളൂ. അവരൊന്നും കൂടി ഫോൾഡ് ചെയ്തിട്ടൊക്കെയാണ് ഉടുക്കാറ്. അപ്പോൾ അതാ ലെങ്ത്തൊക്കെ അടിക്ക് ഉള്ളത് കുറച്ച് കമ്മിയാണ്. എന്നാലും മുന്താണിയൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത്ര മോളൊന്നും അത്ര ട്രാൻസ്പെറൻ്റ് അല്ല, എന്നാലും അടിയത്തെ ഭാഗമൊക്കെ നമുക്ക് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഗ്രീൻ കളർ പാവാടയൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ എല്ലാ ഞൊറിയൊക്കെ ഒന്നാക്കിയിട്ട് നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മോഡൽ ഞാനിതാ ഇങ്ങനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 മോഡൽ എടുക്കണ്. നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ വെച്ചിട്ട് എടുക്കാം. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഒരു മോഡൽ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉടുത്തത്, നമ്മൾ സാധാ സെറ്റും കൊണ്ട് എടുക്കണ പോലെ. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത്, ഇപ്പം എല്ലാവരും എടുക്കാറുണ്ടല്ലോ ഇങ്ങനെ സാരി തന്നെ ഒരു ധാവണി പോലെ ഇങ്ങനെ ഞൊറിയായിട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. ഏതാണെന്ന് ഭംഗിയാണെന്ന് അറിയില്ലല്ലോ, പക്ഷെ അതിനുള്ള ക്ലോത്ത് ഇത് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഞൊറിയായിട്ടാണ് എടുക്കണത്. കുറച്ചാണ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഞൊറി കുറച്ച് ഇട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള അത്ര തികയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, ഒരു 4-5 പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ടിൽ. ബാക്കിലേക്കൊന്നും അത്രയ്ക്ക് തികയില്ല. അപ്പം ഞാനതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്തത്. നമ്മൾ സൈഡൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ വെറുതെ ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ മാത്രം കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇനി മുകളിലത്തെ ഇതും കൂടി ഇടാം കേട്ടോ. അപ്പോൾ ഓൾറെഡി നേരത്തെ എടുത്തപ്പോൾ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് വെക്കാം. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സാരി. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി മാത്രം ഞാൻ കുറച്ച് റേറ്റ് കമ്മി ചെയ്ത് ട്രയൽ ചെയ്യാൻ വേണ്ടി മേടിച്ചതുകൊണ്ട് റേറ്റ് കമ്മി ആയതുകൊണ്ട് അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ പറയുകയാണെന്ന് വെച്ചാൽ സൂപ്പർ സാരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് കാണിച്ചാൽ ഇങ്ങനെ ഇത് നമുക്ക് ട്രൈ ചെയ്യാം. എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി, കളറൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതാ ഒന്ന് നമുക്ക് സാധാരണ ധാവണി എടുക്കണ പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അടിയിലൊക്കെ അതാ സാരി ഇങ്ങനെ പൊന്തി നിൽക്കണ പോലെ ഉണ്ട്. ഞാനങ്ങനെ ബോറായിട്ട് എടുത്തതല്ല കേട്ടോ. ഇതാ കണ്ടോ, ആ ഫ്രണ്ടത്തെ ഭാഗത്ത് കുറച്ച് ഡിഫക്റ്റ് ഉണ്ട്, ഒരു ബ്ലാക്ക് കളർ കണ്ടില്ലേ. പിന്നെ സാരി ഞാൻ അടിയിൽ അങ്ങനെ ബോറായിട്ട് എടുത്തതല്ല, അതങ്ങനെ ക്ലോത്ത് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ പോരാത്തതിന് ലെങ്ത്തും കമ്മിയാണ്, അതുകൊണ്ടാണ് കേട്ടോ അടിയിലൊക്കെ കുറച്ച് ബോറായിട്ട് ഇങ്ങനെ നിൽക്കണത്. കണ്ടോ, അടിയിലൊക്കെ കുറച്ച് ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് റേറ്റ് കമ്മി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 200 റുപ്പീസൊക്കെ അത്രയേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഈ 2 മോഡൽ നിങ്ങൾക്ക് ഏത് എടുത്തതാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കളറിൽ ഒന്ന് ഞാൻ സൺലൈറ്റിൽ വന്ന് നിന്നിട്ടും കൂടി കളർ അത്ര മനസ്സിലാവണില്ല, നല്ലൊരു കളറാണ്. പക്ഷെ അടിയിൽ കുറച്ച് ലെങ്ത്ത് കമ്മിയാണ്, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ സെറ്റ് മുണ്ട് ടൈപ്പ് എടുക്കുമ്പോഴാണ് ഒന്നും കൂടിയും ഭംഗിയായിട്ട് തികയണം കേട്ടോ. മറ്റേ പോലെ ഞുറിഞ്ഞ് പാവാട പോലെ എടുക്കുമ്പോൾ അത്രയ്ക്ക് ക്ലോത്ത് തികയണില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട്, ഒരു ഗോൾഡൻ കളർ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. കൂടുതൽ ഓണം ഡ്രസ് വീഡിയോസായിട്ട് ഇനിയും വരാം. അപ്പോൾ ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണുകയാണെന്ന് വെച്ചാൽ അതിൻ്റെയും കൂടി ഒന്ന് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്, 261 രൂപയാണ്. ഇതിൻ്റെ യെല്ലോ പിങ്ക് വൈറ്റ് ഒക്കെ ഉണ്ട്. ഇതാണ് ശരിക്കത്തെ അവരുടെ ആസാമിൻ്റെ സ്റ്റൈല്. ഈ സാരി അതവർ കണ്ടോ ഇങ്ങനെ ഒരു ഞൊറിയായിട്ട് എടുക്കുന്നുണ്ട്, നല്ല ഭംഗിയാണ് എടുത്തതൊക്കെ കാണുമ്പോൾ കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട്. പിന്നെ അതിൽ തന്നെ ഇതാ ഒരു സെറ്റ് മുണ്ട് അങ്ങനത്തെ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെയും ട്രൈ ചെയ്യാം കേട്ടോ. ഓണത്തിനൊക്കെ ഒരു വെറൈറ്റി സെറ്റ് മുണ്ടായിട്ടുണ്ട്. എന്നാലും റേറ്റൊക്കെ അത്ര കമ്മിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.